വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സാ പിഴവ് അന്വേഷിക്കാൻ ആരോഗ്യ വകുപ്പിലെ സംസ്ഥാനതല സമിതി ഇന്ന് മാനന്തവാടിയിലെത്തും. പരാതി നൽകിയ മാനന്തവാടി പാണ്ടിക്കടവ് സ്വദേശിനിയായ യുവതിയുടെ മൊഴിയെടുക്കും. ആശുപത്രി രേഖകളും പരിശോധിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരും സംഘത്തിലുണ്ട്. പ്രസവിച്ച യുവതിയുടെ ശരീരത്തിൽ നിന്നും 2.5 മാസത്തിന് ശേഷം തുണിക്കഷ്ണം തനിയെ പുറത്തുവന്നെന്നാണ് പരാതി. സംഭവത്തിൽ സ്ത്രീരോഗ വിഭാഗം ഡോക്ടറുടെ പേരിൽ നടപടി ആവശ്യപ്പെട്ട് യുവതി മന്ത്രി OR കേളുവിനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ആശുപത്രി സൂപ്രണ്ടിനും നേരത്തെ പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 20-ന് പ്രസവ വേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതി രാത്രി 10-ഓടെയാണ് കുഞ്ഞിന് ജന്മം നൽകിയത്. സുഖപ്രസവമായതിനാൽ 23-ന് ആശുപത്രി വിടുകയും ചെയ്തു. ഇതിനുശേഷം അസഹ്യമായ വേദനയും ദുർഗന്ധവും കാരണം ആശുപത്രിയിലെത്തിയ 2 തവണ ഡോക്ടർ കണ്ടിരുന്നു. കുഴപ്പമൊന്നുമില്ല, വെള്ളം കുടിക്കാത്തതിലുള്ള പ്രശ്നമാണെന്നും പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു. കഴിഞ്ഞ 29-നാണ് തുണിക്കഷ്ണം പുറത്തേക്ക് വന്നത്. വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സാ പിഴവ് അന്വേഷിക്കാൻ ആരോഗ്യവകുപ്പിലെ സംസ്ഥാനതല സമിതി ഇന്ന് മാനന്തവാടിയിലെത്തും. പരാതി നൽകിയ മാനന്തവാടി പാണ്ടിക്കടവ് സ്വദേശിനിയായ യുവതിയുടെ മൊഴിയുമെടുക്കും. ആശുപത്രി രേഖകളും പരിശോധിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരും സംഘത്തിലുണ്ട്. പ്രസവിച്ച യുവതിയുടെ ശരീരത്തിൽ നിന്നും 2.5 മാസത്തിന് ശേഷം തുണിക്കഷ്ണം തനിയെ പുറത്തു വന്നു എന്നതാണ് പരാതി. സംഭവത്തിൽ സ്ത്രീരോഗ വിഭാഗം ഡോക്ടറുടെ പേരിൽ നടപടി ആവശ്യപ്പെട്ട് യുവതി മന്ത്രി OR കേളുവിനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ആശുപത്രി സൂപ്രണ്ടിനും നേരത്തെ പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 20-ന് പ്രസവ വേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതി രാത്രി 10-ഓടെയാണ് കുഞ്ഞിന് ജന്മം നൽകിയത്. സുഖപ്രസവമായതിനാൽ തന്നെ 23-ന് ആശുപത്രി വിടുകയും ചെയ്തു. എന്നാൽ ഇതിനുശേഷമാണ് അസഹ്യമായ വേദനയും ദുർഗന്ധവും കാരണം ആശുപത്രിയിലെത്തി യുവതി 2 തവണ ഡോക്ടറെ കണ്ടിരുന്നു. എന്നാൽ കുഴപ്പമൊന്നുമില്ല, വെള്ളം കുടിക്കാത്തതിലുള്ള പ്രശ്നമാണ് എന്ന് പറഞ്ഞ് യുവതിയെ മടക്കി അയക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 29-നാണ് തുണിക്കഷ്ണം പുറത്തേക്ക് വന്നത്.